മരിയൻ ഉടമ്പടിയിൽ അഡ്രസ്സ് ചെയ്യണത് 2000 കൊല്ലങ്ങളായിട്ട് അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യമാണ്. എന്താണ്? ഉടമ്പടിയിലുള്ള ടൈം ലാഗിങ്ങിനെ ആണ് ഇത് ടൈം ഷോർട്ട് ചെയ്യണത്. എബ്രാഹത്തിന് 25 കൊല്ലം എടുത്ത് മകനെ കിട്ടാൻ, മോസസിന് വാഗ്ദാന പാടുന്ന ആൾ പ്രാപിക്കാൻ. അപ്പോൾ മകനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ വയസ്സായിപ്പോയി. ഇസ്രായേൽ ജനം വാഗ്ദാന നാട് പ്രാപിച്ചപ്പോൾ മോസസ്, അത് കൊണ്ട് നടന്ന മോസസ് മരിച്ചുപോയി. ഇപ്പം സമയം നിസ്സാര കാര്യമല്ല, സമയം ഭയങ്കര വില്ലനാണ്. സമയം നേരത്തെ നടക്കണം. അതുകൊണ്ട് സമയത്തിൻ്റെ കടിഞ്ഞാൻ ഇടുന്നതാണ് മരിയൻ ഉടമ്പടി. വല്ലാണ്ടങ്ങനെ നീണ്ടുപോണ സമയത്തെ പിടിച്ചു നിർത്തും മരിയൻ ഉടമ്പടി. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യും. നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ അവൻ പറയണ പോലെ ചെയ്യുന്നുണ്ടോ അത്രയും ടൈം ഷോട്ട് വരും. കഴിഞ്ഞ ദിവസങ്ങളിലേ ലിസി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. നല്ല സാക്ഷിയായിരുന്നു. അപ്പോൾ ലിസിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ കാനഡയിൽ ധ്യാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ വിദേശ ധ്യാനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമുണ്ട്, ദോഷമുണ്ട്. വിദേശ ധ്യാനങ്ങൾക്ക് കൃപാസനത്തിൻ്റെ അകത്ത് നടക്കുന്ന ധ്യാനം പോലെ ചിട്ടയും കൗൺസിലിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. കാര്യങ്ങളെല്ലാം നടക്കും. അതിൻ്റെ അവിടെ പരിമിതികൾ അനുസരിച്ച് നടക്കും. കാര്യം ഇവിടെ നമ്മൾ 76 മെമ്പേഴ്സിനെ വെച്ചാണ് ഇവിടെ ഉടമ്പടി ധ്യാനം നടന്നത് കേരളത്തിൽ. നമ്മുടെ കൃപാസനത്തിൽ കൗൺസിലേഴ്സിന് 9 പേരുണ്ട്. 9 പേരെ വെച്ചാണ് ഈ 300 പേരെ നമ്മൾ കൗൺസിൽ ചെയ്തിട്ട് ആ ഉടമ്പടിയുടെ ട്രാക്കിലേക്ക് ഇവരെ കൊണ്ടുവരണത്. അപ്പോൾ ഇതിനുള്ള സൗകര്യമൊന്നും, ഇപ്പം ഞാനും വിജയകുമാറുമാണ് മുകളിൽ അവിടെ പോകുന്നത്. ഒരാൾ പോകുമ്പോൾ തന്നെ 10 ലക്ഷം 12 ലക്ഷം രൂപ ചിലവാകും പോയി വരുമ്പോൾ. അതുകൊണ്ട് ഒത്തിരി ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഉള്ള ലിമിറ്റഡ് സാഹചര്യങ്ങൾ അവിടെ ഉള്ളത്. പിന്നെ അവിടെ ഞാൻ എന്ത് ചെയ്യും, ലിമിറ്റഡ് സാഹചര്യം ഉള്ള കാരണം ഞാനുള്ള എല്ലാവരും കാണും. അതാ ഇവിടെ കാണാൻ പറ്റത്തില്ല. വിദേശ രാജ്യങ്ങളിലെ ധ്യാനങ്ങളിൽ ഞാൻ ഈച്ച് ആൻഡ് എവരി ബഡി, ഇപ്പോൾ സ്റ്റേറ്റ് ഞാൻ 700 പേരെയും കണ്ട്. അവിടെ ബെർഹിയാവിൽ 2400 പേര് ഉടമ്പടിയിൽ വന്നെങ്കിലും കുടുംബപരമായിട്ട് അവർ ഒരു കുടുംബത്തിന് ഒരു ഉടമ്പടി എടുത്തത്. ഇപ്പോൾ 1400 പേരാണ് ഉടമ്പടി എടുത്തത്. 1400 പേരെയും ഞാൻ കണ്ടു. സന്ധ്യ ആയാലും നിന്ന് കാണും ആൾക്കാരെ. അതതിൻ്റെ വ്യത്യാസം അതാണ്. കാര്യം എനിക്കറിയാം അവരുടെ കൗൺസിലിംഗ് ഒന്നും ശരിയായി കാണത്തില്ല. അപ്പം അതുകൊണ്ട് അവരെ ജസ്റ്റ് അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ പരിഹരിച്ച് ഡയറക്റ്റ് അവരുടെ ഉടമ്പടിയിലേക്ക് വരാൻ വേണ്ടി ഓരോരുത്തരും കണ്ടിട്ട് തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാനിങ്ങനെ കാനഡയിൽ ധ്യാനം നടത്തുമ്പോൾ ലിസി പറഞ്ഞ സാക്ഷ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ സാക്ഷ്യം പറഞ്ഞത്, ലിസി ഒരു നേഴ്സാണ്. ഇവരുടെ അവസ്ഥ ഭയങ്കര രസമാണ്. ഇവർ 18 വർഷത്തിന് മുമ്പ് 2005 മറ്റേ നേഴ്സിംഗ് പാസ്സായതാണ്. അപ്പം അന്ന് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമേരിക്കയിൽ ജോലി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എല്ലാ നേഴ്സുമാരും അക്കാലങ്ങളിൽ അമേരിക്കയിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ട്രംപ് പൂട്ടി വരികയല്ലേ സംഭവം. അപ്പം അതുകൊണ്ട് ഇവർക്ക് പക്ഷേ പോകാൻ ഒത്തില്ല. കാര്യം അതിൻ്റെ പ്രോസസ്സിങ് ഭയങ്കര കഠിനമാണ്. അവിടെ ഒരു വിസ കിട്ടുക, അല്ലെങ്കിൽ തന്നെ അതിനുശേഷം അവിടെ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുക, PR കിട്ടുക, ഗ്രീൻ കാർഡ് കിട്ടുക, അതൊക്കെ വലിയ തൊല്ല പിടിച്ച പരിപാടിയാണ്. ചിലപ്പോഴൊക്കെ ലോട്ടിങ്ങിലേ വരത്തുള്ളൂ. 10 ലക്ഷം പേര് ലോട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു മിഷ്യൻ കറക്കിയിട്ട് ഒരാൾക്കൊക്കെ വിസ കൊടുക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നൂലാമാലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരതിനകത്ത് പരാജയപ്പെട്ട് ഇവർ പിന്മാറി. ഇവർ കാനഡയ്ക്ക് കിട്ടി. കാനഡയൊക്കെ ഈ അടുത്ത കാലത്താണ് തുറന്നത്. മറ്റു രാജ്യങ്ങളെല്ലാം തുറന്നത് കോവിഡിന് ശേഷമാണ്. ശക്തമായ രീതിയിൽ മറ്റു രാജ്യങ്ങളെല്ലാം ഇവരെല്ലാം സ്വീകരിക്കാനും സർവീസ് മേഖല തുറന്നു കൊടുത്തത് മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ നേരത്തെ അമേരിക്ക മാത്രമേ തുറക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇവർക്ക് അവിടെ കിട്ടിയില്ല. കാനഡ തുറന്നപ്പോൾ ഇവർ കാനഡയിൽ പോയി ഭർത്താവുമായിട്ട് മക്കളൊക്കെ ആയിട്ട് അവിടെ താമസിക്കുകയും. അപ്പോൾ അവർ ഒരുവിധം ഓക്കെയാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് ഇവർ സൗഭാഗ്യം തേടി പോയതാണെന്നൊന്നും ധരിക്കരുത്. ഞാനൊന്നും അവിടെ ജീവിക്കത്തില്ല. ഞാൻ പോണതെല്ലാം സമ്മറിലാണ് പോണത്. അവിടുത്തെ സാധാരണ ക്ലൈമറ്റ് എന്ന് പറയുന്നത് -30 എന്ന് വെച്ചാൽ നമ്മുടെ കൈ ഊരിക്കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ വിരലൊടിച്ച് കളഞ്ഞാൽ മതി. അത്രയും തണുപ്പാണ്. ആൾക്കാർ ഫിൻലൻഡിൽ ഒരു താമസിക്കുന്നുണ്ട്. പക്ഷേ അത്രയും പെയിൻഫുള്ളാണ് ജീവിതം. കിട്ടണ കാശ് മുതലാകത്തില്ല. അവർ ടാക്സ് അടിക്കും. 40% ടാക്സാണ്. പിന്നെ എന്താ വീട്ടിലോട്ട് അയക്കണത്? 40%, 100 രൂപ കിട്ടിയാൽ 40 രൂപയും കൊണ്ട് ഗവൺമെൻറ് പോയിട്ട്. ഗൾഫിലൊന്നും അവരങ്ങനെ ചെയ്യത്തില്ല. ഉള്ളത് നമുക്ക് തരും, വീട്ടിൽ വരാൻ പറ്റും. പക്ഷെ അവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഗൾഫിൽ ആരെയും താമസിപ്പിക്കത്തില്ല, വണ്ടി വിടാൻ പറയും. നിൻ്റെ 3 കൊല്ലം കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഓവർ, പാക്ക് ചെയ്യുമവർ. അമേരിക്ക പാക്ക് ചെയ്യത്തില്ല. അവർക്ക് ഗ്രീൻ കാർഡൊക്കെ തന്ന് നമ്മളവിടെ നിർത്തും അവർ.
പല ജീവിതത്തിനും പല പല പ്രശ്നങ്ങളാണ് ഉള്ളത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ പഠിച്ചവരായതുകൊണ്ടും കേരളത്തിൽ നല്ല ശതമാനം ആൾക്കാരും പഠിച്ചിരിക്കുന്ന കാരണം അവർക്ക് പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റും. നല്ലതാണ്, പോകുന്നത് നല്ലതാണ്. പക്ഷേ അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഈ ലിസി അവിടെ താമസിക്കുകയാണ്, 10-14 കൊല്ലം അവിടെ താമസിക്കുകയാണ് കാനഡയിൽ. അപ്പോൾ ലിസിക്ക് ഒരാഗ്രഹമുണ്ട്, അവരുടെ പ്രൊഫഷൻ നല്ലവണ്ണം എക്സർസൈസ് ചെയ്യണം. ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ വേണമല്ല, എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അവർ പഠിച്ച ട്രേഡ് തന്നെ കിട്ടണം, പഠിച്ച സ്ഥലത്ത് തന്നെ ജോലി ചെയ്യണം. അതിനൊരു റൈറ്റാണ് നമ്മുടെ. അപ്പോൾ അവർ കിട്ടിയിരിക്കുന്ന ജോലിയിൽ അവരുടെ പഠനത്തിൽ അവരത്ര ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളല്ല. പക്ഷേ ഇനിയിപ്പോൾ കഴിയാൻ പറ്റും. ഇവർക്ക് 40 വയസ്സായി. അപ്പോൾ അവർക്ക് അമേരിക്കൻ സ്വപ്നം അവർ ഉപേക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് കാനഡ ജീവിക്കാൻ വേണ്ടി, ഇപ്പോൾ ഞാനവിടെ കാനഡയിൽ ധ്യാനം നടത്തി, ടൊറൻറ്റോയിലും എൻ്റെ അപ്പുറത്തും ഗെറ്റ്സെമിനിൽ, അവിടുത്തെ ഗെറ്റ്സെം ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടത്താൻ ചെല്ലുമ്പോൾ അവിടെ 10,000 പേരുണ്ടായിരുന്നു ആ ധ്യാനത്തിൽ. അവിടെ ചെല്ലുമ്പോൾ ലിസി പറയണത്, ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് 5 സെക്കൻഡാണ് കിട്ടണത്. 5 സെക്കൻഡ് കിട്ടി. ആ സമയത്താണ് ലിസി തൻ്റെ അമേരിക്കൻ സ്വപ്നം പറയണത്. അത് അവളെ ഉപേക്ഷിച്ച് കളഞ്ഞതാണത്. ആ പുസ്തകം പറിച്ച് കീറി കളഞ്ഞതാണ്. ആ സമയത്ത് വന്നപ്പോൾ ഈ അഹ്റോൻ്റെ വടി കിളിർക്ക് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉടമ്പടിയിലുണ്ട്. ഉടമ്പടിയിലേ അതേ ഉള്ളു. എനിക്കറിയാമല്ലോ, വാഗ്ദാനപ്പെടുന്നത് 3 സബ്സ്റ്റൻസാണ് ഉള്ളത്. എന്തൊക്കെയാണത്? ഒന്ന്, ആകാശമന്ന നിറച്ച കലശം, കുടം, പാത്രം. രണ്ടാമത്തേത് എന്താണ്? കർത്താവിന് മോസസിന് കൊടുത്ത വചനങ്ങൾ. പിന്നെ മൂന്നാമത്തേത് എന്താണ്? ഈ അഹ്റോൻ്റെ തളർത്ത വടി. അഹ്റോൻ്റെ തളർത്ത വടിയെക്കുറിച്ച് ഒത്തിരി പേര് സാക്ഷ്യം പറയും. നമ്മുടെ പച്ച മെഴുകുതിരിയുടെ ഉദ്ദേശം തന്നെ അതാണ്. എന്താണ്? നിന്റെ സ്വപ്നങ്ങൾ പൊരിഞ്ഞ് കരിഞ്ഞു പോയതിനെ വീണ്ടും കർത്താവ് തളർപ്പിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഒമ്പതാം അധ്യായം 3-4 തിരുവചനങ്ങൾ. 2-ാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹ്റോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. അതിന്റെ അഹ്റോന്റെ തളർത്ത വടി എന്ന് പറയുമ്പോൾ അഹ്റോന്റെ പൗരോഹിത്യത്തിനെ മോസസിന്റെ വൈഫ് ചോദ്യം ചെയ്ത്, അതാണ് പ്രശ്നം. ടേക്ക് ദാറ്റ് പാസേജ്. എന്താ അഹ്റോന്റെ കഴിവുകൾ തനിക്ക് ഉണ്ട്. ദൈവം അഹ്റോനോട് മാത്രമല്ല തന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയിൽ ഒരു മേൽഗതി കിട്ടാൻ വേണ്ടി മോസസിൻ്റെ വൈഫ് പാളയത്തിൽ പടയുണ്ടാക്കി. അപ്പോൾ അത് വലിയ കൺഫ്യൂഷനായി. അപ്പോൾ മോസസ് പറഞ്ഞു, ഓക്കെ, നിനക്ക് കൺകറൻസ് ഉണ്ടോ ഇല്ലയോ, അഹ്റോനുള്ളതുപോലെ കൺകറൻസ് മോസസിൻ്റെ വൈഫിനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, നമുക്കൊരു പരീക്ഷണം നടത്താം, കർത്താവ് തീരുമാനിക്കട്ടെ എന്ന് പറയും. നിങ്ങളെല്ലാവരും പോയി ഓരോ വടി വെട്ടി ഉണക്ക വടി കൊണ്ടുവന്ന് കൂടാരത്തിൽ വെക്കുക. രാവിലെ നമുക്ക് കൂടാരം അടക്കണം. രാവിലെ കൂടാരം തുറക്കുമ്പോൾ ആര് വെച്ച വടിയാണ് തളർത്തതെങ്കിൽ അവനാണ് കർത്താവിൻ്റെ അംഗീകാരമെന്ന്. സംഖ്യാ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനങ്ങളാണ്. സാക്ഷി കൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ മോശ വടികൾ വെച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷി കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അപ്പോൾ ഒരു ദൈവികമായ നടപടിക്രമമാണത്. ജീവിതം കരിഞ്ഞുണങ്ങിപ്പോയ സംഭവമായിരിക്കാം. പക്ഷെ ദൈവം വന്ന് തൊടുമ്പോൾ ഇത് തളുത്ത് വരും. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പച്ച മെഴുകുതിരി കത്തിക്കണത്. ബദാം ഉണങ്ങിയ വടി ദൈവം തൊട്ട് ജീവിതമാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. നമ്മുടെ ജീവിതം ചിലപ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, ജോലി ഇട്ടാതെ നീണ്ടു പോയി, കല്യാണം ഒത്താതെ നീണ്ടു പോയി,
മക്കളില്ലാതെ നീണ്ടുപോയി. അങ്ങനെ കരിഞ്ഞു പോയി, സ്വപ്നങ്ങൾ കരിഞ്ഞു പോയി. അതിനെ ഉടമ്പടിയിൽ അവൻ പറയണ പോലെ നീ ചെയ്ത് കഴിയുമ്പോൾ ദൈവം നേരിട്ട് ഇടപെട്ടിട്ട് ഈ ജീവിതത്തെ അങ്ങ് തൊടും. അപ്പോൾ എന്തു ചെയ്യും? ഇത് അതുകൊണ്ടാണ് 22 കൊല്ലങ്ങളായിട്ട് മക്കളില്ലാത്തവരൊക്കെ എങ്ങനെ മക്കളെ കൊണ്ട് വരുന്നത് ഉടമ്പടി കഴിയുമ്പോൾ? ഈ മക്കൾ എവിടെയായിരുന്നു? 22. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നത് കരിസ്മാറ്റിക് മേഖലയിൽ നിന്നാണ് കർത്താവിനെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കാലങ്ങളിലേക്ക് ഇവിടെ ധ്യാനം ഇവിടെ ഞാൻ 92 തുടങ്ങിയതാണ്. അന്ന് മുതൽ ധ്യാനമുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ തന്നെ ധ്യാനം തുടങ്ങിയത് 2000-ലാണ്. 2000 തൊട്ട് 2016 വരെ ഉടമ്പടി വരണം 2016-ലാണ്, 15-ല്. അപ്പോൾ ആ കാലങ്ങളിലെല്ലാം ഇവിടെ ധ്യാനം നടക്കൊണ്ടായിരുന്നു. പക്ഷേ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുമായിരുന്നു. അത് 6 കൊല്ലം 7 കൊല്ലമേ ഉള്ളൂ. ഉടമ്പടി വരുമ്പോഴാണ് 24 കൊല്ലം, 22 കൊല്ലം, 23 കൊല്ലം. ഭയങ്കര 3 ഇരട്ടി വ്യത്യാസം വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ഇടപെടലിന് 3 ഇരട്ടി വ്യത്യാസമാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലാകും. പഴയ കാല ശുശ്രൂഷകളും പുതിയ കാല ശുശ്രൂഷയ്ക്ക് വന്നിട്ടുള്ള അപ്ഡേഷൻസ് എന്ന് പറയുന്നത് വല്ലാത്ത അപ്ഡേഷൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രൊഫഷണലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? ദൈവസ്നേഹത്തോടെ, ദൈവപ്രത്യാശയോടെ, ദൈവസ്നേഹത്തോടെ, ദൈവവിശ്വാസത്തോടെ നമ്മൾ ജീവിതത്തെ അവൻ പറയണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം പെട്ടെന്ന് ടൈം ഷോട്ട് ചെയ്യും. ടൈം ഷോട്ട് മാത്രമല്ല, ലൈറ്റ് വെയ്റ്റിംഗ് ഉണ്ട്. വലിയ ഭാരപ്പെട്ട കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ചെയ്തു. പിന്നെ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യും. നമ്മുടെ കഴിവല്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ പ്രസൻസ് ഫീൽ ചെയ്യും. ഉടമ്പടിയുടെ മറ്റെല്ലാ ഈ മേഖലകളെല്ലാം നമുക്ക് പ്രാർത്ഥനകളുടെ പൊതു കാര്യമായിട്ട് പറയാമെങ്കിലും ഈ ഉടമ്പടിയുടെ തനത് യുണീക്നെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രസൻസാണ്. ഇപ്പം 43,000 സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി അപ്പ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ കിടപ്പുണ്ട്. 1-2 അല്ല, 43,000 സാക്ഷ്യങ്ങൾ ഓൾറെഡി നമ്മൾ എയറിൽ ഓൺ എയറായിട്ടുണ്ട്. ഈ എയറിലായിരിക്കുന്നതിൽ പകുതിയോളം സംഭവം പ്രസൻസാണ്. അമ്മ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്നു. എനിക്കറിയത്തില്ലായിരുന്നു അത്. അമ്മ പറഞ്ഞു, ഞാൻ എഴുതി പരീക്ഷയിൽ. അങ്ങനെ പറഞ്ഞില്ല. അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി. അതൊക്കെ പ്രസൻസാണ്. അത് ഉടമ്പടിയുടെ മാത്രമായിട്ടുള്ള സംഭവമാണ്. വേറെ ഒരുവിടത്ത് നമുക്ക് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടിയുടെ കാര്യത്തിൽ നിങ്ങൾ കാർക്കശ്യമാകണം, കഥറിയാതെ ആട്ടം കാണരുതെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം, ഞാൻ നിങ്ങളോട് രൂക്ഷവുമായിട്ട് കാർക്കശ്യമായിട്ടല്ല സംസാരിക്കണത്, സൗമ്യമായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. അതിൻ്റെ കാരണം ഇതാണ്: ചെയ്യുന്നവൻ വെടിപ്പായിട്ട് ചെയ്യട്ടെ. ചെയ്യുന്നവൻ അത് വെടിപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ ഇതിന് നമുക്ക് വല്ലാത്ത ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് പറയും, നീ എടുക്ക് അപ്പോൾ താനെടുക്ക്. നീ ഇങ്ങനെ വണ്ടി ഇരുന്ന് തന്നെ ഇതിങ്ങനെ തന്നെ സ്റ്റിയറിങ് വണ്ടി ഓടിച്ചോണ്ട് പോകണമെങ്കിലും താനെടുക്ക്, നീ എടുക്കുന്ന കൈവിട്ട കളിയാണ് ചില ആൾക്കാർക്ക്. അവസാനം ഇവിടെ വരുമ്പോൾ അവസാനം നീ എടുക്കുന്ന ആക്കിക്കണം. ഭർത്താവ് സ്വരം ഉണ്ടാക്കിയിട്ട് പറയും, നീ തന്നെ എടുക്കാൻ പറയും. എന്താണ് ഇയാൾക്കിടയ്ക്ക് സ്മോളൊക്കെ അടിക്കണം. അപ്പോൾ അതുകൊണ്ട് വൈഫിൻ്റെ പേരിൽ കൊണ്ടുപോയി ഉടമ്പടി കെട്ടിവെക്കും. ഇവൻ്റെ കാര്യത്തിൽ ഇപ്പം തന്നെ തീരുമാനമായിട്ടുണ്ട്. നീ അധികം വിഷമം ഇറക്കരുത്. നിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അല്ലെങ്കിൽ നീ മാനസാന്തപ്പെട്ടിട്ട് ഇന്ന് തീരുമാനം മാറ്റണം. എന്താണ്? വൈഫ് ഉടമ്പടി എടുത്തോട്ടെ, ഞാൻ അവളെപ്പോലെ തന്നെ ജീവിക്കും. അതാണ് പ്രശ്നം. അല്ലാതെ നമ്മൾ എന്താണ് കുരങ്ങനെ കൊണ്ട് ചുടുപായസം കോരിച്ചോളാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്തരാളം വരെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മുട്ടാപ്പോക്കുകളൊന്നും ഇതിൻ്റെ അത് വരരുത്. നീ ദൈവത്തിനെ അനുഭവിക്കുന്നതിനും ദൈവത്തിലേക്ക് ജീവിക്കുന്നതിനും മുട്ടാപ്പോക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ഇതുപോലെ കണ്ടീഷനാക്കി കളയും. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എന്ന് പറയുന്ന വലിയ സംഭവം ദൈവം വളരെ ഇത്രയധികം പ്രൂവൻ ഫാക്റ്റായിട്ട് നിങ്ങൾക്ക് ലോകത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് 43,000 രൂപ മാത്രം ലൂർദിൽ പോലും കാണത്തില്ല. 43,000 സാക്ഷ്യം റെക്കോർഡഡ് അല്ല. അതാണ് പ്രശ്നം. ഇതങ്ങനെയല്ല. ഇത് ഏറെക്കുറെ റെക്കോർഡാണ്. റിട്ടേണായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. നല്ല കാലങ്ങളിൽ ഇതൊക്കെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കുന്ന കാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി. അവിടെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരിടത്തൊരു സമയത്ത് ബ്രിട്ടീഷ് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമല്ലേ. അപ്പോൾ ഞാനവിടെ പോയി എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കി. ഹൗ ടു സെറ്റ് എ മ്യൂസിയം. എങ്ങനെ മ്യൂസിയം. ഒരു കാലത്ത് ഈ പ്രത്യക്ഷീകരണം വലിയൊരു വിഷയമായി മാറുന്ന കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം മ്യൂസിയമായിട്ട് സെറ്റ് ചെയ്യും നമ്മൾ. എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നതെന്നാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായൊരു ടൈമിലി വിഷയമല്ല, ദൈവത്തിൻ്റെ ഒരു അന്തർദേശീയ വിഷയമാണ് മരിയൻ ഉടമ്പടി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അങ്ങ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിലെ ചവിട്ടാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമേ, എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്റെ ബലഹീനത കാരണം പരാജയപ്പെട്ടു പോകാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ഉടമ്പടിക്ക് ഉപയുക്തമായ ജീവിത ഉടമ്പടി പങ്കാളിയായി എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ, എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവവേദനെ, നീ ഞാനും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ, ജീവനോടെ ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ദൈവമാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന സുപ്രഭാതമാണ്. കയ്യടിക്കട്ടെ, ശ്രുതികടലേ. നമ്മുടെ കംപ്ലീറ്റ് ലൈഫ് ഇപ്പം തകിടം മറിഞ്ഞിരിക്കുകയാണെന്ന് വിചാരിച്ചോ? സാമ്പത്തിക പ്രയാസങ്ങളും കുഞ്ഞുങ്ങളുടെ ദുർനടപ്പും വീട്ടിലെ പ്രാർത്ഥനയില്ലായ്മയും അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങളും സങ്കടങ്ങളും എല്ലാം കൂടി നിങ്ങളുടെ ജീവിതം ഒരു അലങ്കോലപ്പെട്ടെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് എന്താണെന്നറിയാമോ? അലങ്കോലപ്പെട്ട് കഴിഞ്ഞാൽ, ജീവിതം അലങ്കോലപ്പെട്ടാൽ, എല്ലാത്തിനൊരു ഫസ്റ്റ് എയ്ഡ് ഉണ്ടല്ലോ. ജീവിതം അലങ്കോലപ്പെട്ടാൽ ഫസ്റ്റ് എയ്ഡ് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. ഇപ്പം നിങ്ങൾ ആർക്കും വേണ്ട, വീട്ടിൽ തന്നെ നിങ്ങൾക്കൊരു വിലയില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. എന്താ കാര്യം എന്നറിയാവോ? നമുക്ക് വേണ്ടി വില കൊടുത്തവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഈ ചുഷ്ടം പോലുള്ള മനുഷ്യർ, നാളെ ചത്തുപോണ മനുഷ്യർ നമ്മളെ വില കൽപ്പിച്ചിട്ട് നമുക്ക് എന്നാ കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. ക്ലിയർ അല്ലേ? നാളെ ചത്തുപോണ ആൾക്കാർ നമ്മൾക്ക് വില കൽപ്പിച്ചതെന്ത്, കൽപ്പിച്ചില്ല എന്ത്? നമ്മളെ വില കൽപ്പിച്ചവൻ നമ്മളെ വീണ്ടെടുത്തിട്ടുണ്ട്. അവൻ്റെ രക്തം നൽകാൻ കൊടുത്തിട്ട് കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സാക്ഷ്യങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നമ്മളിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ വളരെ ക്ഷീണിച്ച്, ഞാനൊരിക്കൽ ഈ മല കയറാൻ പോയി, മലയാറ്റൂർ മല. അപ്പോൾ എൻ്റെ 2-3 സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മല കയറി അവിടെ എത്തുമ്പോൾ ഭയങ്കരമായിട്ട് തളർന്ന് എനിക്ക് തോന്നുന്നു ഞാൻ തലകറങ്ങി പോകുമെന്ന് വിചാരിച്ചോളൂ. ഞാനൊരു പാറപ്പുറത്ത് അവിടെ ഇരുന്ന ഉടനെ, മുകളിൽ എത്തിയിട്ടില്ല, ഇനിയൊരു 1/2 കിലോമീറ്റർ മറ്റും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ ഒരു മനുഷ്യനിക്ക് കുരുവില്ലാത്ത ഒരു മുന്തിരിങ്ങ തന്ന്, വലിയത്, ഈ നമ്മുടെ കുരുവില്ലാത്ത വലിയ മുന്തിരിങ്ങ തന്നു. ഒരെണ്ണേ തന്നുള്ളൂ. ഞാൻ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്റ്റാമിന കിട്ടി. ഞാൻ പിന്നെ ബാക്കിയുള്ളത് ഈസിയായിട്ട് കയറി. ഇതുപോലെയാണ് ജീവിതത്തിൽ തളർന്നിരിക്കുമ്പോൾ നമ്മളൊരു സാക്ഷ്യം കേൾക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ദൈവം അവർ പാവപ്പെട്ടവരായിരിക്കും ആ സാക്ഷ്യം പറഞ്ഞത്. ഈ ദൈവം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഞാനും ഇതുപോലെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ബൈബിള് നമ്മളെല്ലാവരും വിശ്വാസമെന്ന് പറയണ പോലെയല്ല ബൈബിൾ വിശ്വാസമെന്ന് പറയണത്. ബൈബിൾ വിശ്വാസമെന്ന് പറയണത് നമ്മൾ പറയണ ഒരു വിഷയമല്ല, അത് വേറെ ഒരു വിഷയമാണ്. നമ്മൾ വിശ്വസിക്കുന്നൊക്കെ പറയത്തില്ലേ? പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 31-32 വചനങ്ങൾ വായിച്ചേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഒരു ഞണ്ട് ഇങ്ങനെ അത് ചത്ത് മലർന്ന് കിടക്കണതാണ്. അപ്പോൾ ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണേ, നിങ്ങൾ തീർത്ഥാടനത്തിലുള്ള നിങ്ങളും ശ്രദ്ധിക്കണം. എന്താണെന്നറിയാവോ? ഞണ്ടെന്നൊക്കെ പറയണത് ഈ ക്യാൻസർ രോഗത്തിൻ്റെ ഒരു അടയാളമാണ്, മെഡിക്കൽ അടയാളമാണ്. അതിൻ്റെ അർത്ഥം കർത്താവ് ക്യാൻസർ രോഗികളെ ഈ കൂട്ടായ്മയെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കൈയടിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വചനം കേൾക്കാം. മത്തായി 21:31-32 തിരുവചനങ്ങൾ.
ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്കവിധം അനുദപിച്ചില്ല. ഇതിൻ്റെ ഈ വചനത്തിൻ്റെ ഒരു പോക്ക് കണ്ടില്ലേ? ഡിസംബർ 7-ാം തീയതി ഇന്നലെയായിരുന്നു. ഇന്നലെ വെളുപ്പിന് ഈശോ പറഞ്ഞൊരു വചനമാണിത്. എല്ലാ കാലങ്ങളിലും മാതാവിൻ്റെ 2 ദിവസങ്ങളിലാണ് വെളിപാടുണ്ടാകുന്നത്. അത് സ്വപ്നമായിട്ടുണ്ടാകും, ദർശനമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ട് ഇൻസിഡൻറ്റിൻ്റെ സുവിശേഷം എടുക്കുമ്പോൾ മെസ്സേജ് ഉണ്ടാകും. ഇങ്ങനെ ദൈവത്തിൻ്റെ അനുഭവങ്ങൾക്ക് ഈ കാലത്ത് ഒരു പഞ്ഞവുമില്ല. പഞ്ഞം നമ്മൾക്കുണ്ടാകുന്നതാണ്. നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ അടയാളങ്ങളോ അക്ഷരങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം. ദൈവികമായ വെളിപാടുകൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. കാര്യം എനിക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നു, മാതാവ് വെളുപ്പിനെ സംസാരിക്കുമെന്ന്. കുറേ വിഷയങ്ങൾ സംസാരിച്ചു. ഞാൻ നോട്ട് ബുക്ക് 3 പേജ് എഴുതിയിട്ടുണ്ട്. 3 പേജ് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു വിഷയം അവസാനം, ആ മെസ്സേജുകളെല്ലാം അവസാനിക്കേണ്ടത് ആ സമയത്ത് ഈ മെസ്സേജിനെ സ്ഥിരീകരിക്കാനുള്ള വചനം വിശ്വാസ പ്രമാണം ചൊല്ലി എടുത്തപ്പോഴാണ് എനിക്ക് ഈ വചനം കിട്ടിയത്. ഏതാണ്? മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 31, 32 തിരുവചനങ്ങൾ. ഒന്ന് വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്കവിധം അനുദപിച്ചില്ല. ഇത് ഉടമ്പടിയുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള വാക്കാണെന്ന് തോന്നണം. കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വചനം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. യോഹന്നാൻ, ഈശോ പറഞ്ഞ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു. സുവിശേഷത്തിന് പല മാർഗമുണ്ട്. ഭക്തിയുടെ മാർഗമുണ്ട്, അതാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. നീതിയുടെ മാർഗമുണ്ട്, അതാണ് ഉടമ്പടി മാർഗം. അവൻ പറയണ പോലെ ചെയ്യുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന മാർഗം, പ്രവർത്തനത്തിൻ്റെ മാർഗമാണ്. അതിന് ബൈബിൾ വിളിക്കുന്ന പേര് നീതിയുടെ മാർഗം എന്നാണ്. എന്താ കാര്യം? പട്ടാളക്കാർ വന്ന് യോഹന്നാൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പട്ടാളക്കാർ വന്ന് ചോദിച്ച്, ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് പശ്ചാത്താപമുണ്ട്, പക്ഷേ പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വാട്ട് വി ഷുഡ് ഡു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടണം. അതാണ് നീതിയുടെ മാർഗം. ആരെയും ഭീഷണിപ്പെടുത്തി കുഴ വാങ്ങിക്കരുത്. ഉണ്ടാ, ഇതാണ് നീതിയുടെ മാർഗം എന്നാണ്. അതാണ് ഈശോ പറയുന്നത്. യോഹന്നാൻ്റെ പ്രഭാഷണം അതുപോലെ അക്സെപ്റ്റ് ചെയ്തിരിക്കണം കർത്താവ്. അപ്പോൾ ഓരോരുത്തരും യോഹന്നാൻ്റെ അടുത്ത് വന്നിട്ട് ആ ടേക്ക് ആ ഭാഗങ്ങളൊന്നും എടുത്തേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്കാ 3:14. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ഇതാണ് നീതിയുടെ മാർഗം. എല്ലാ പ്രൊഫഷനും ഒരു മാർഗമുണ്ട്. ഇപ്പം നിങ്ങൾ അധ്യാപകരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നേഴ്സാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പ്രൊഫഷൻ അതാണ്. ആ പ്രൊഫഷന് അതിൻ്റെ ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് വിട്ട് നിങ്ങൾ അധപ്പതിക്കരുതെന്നാണ് ഈ പറയണത്. അതാണ് നീതിയുടെ മാർഗമെന്ന് പറയണത്. ഇപ്പം നിങ്ങളൊരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്, ഡോക്ടറാണ്. അപ്പോൾ നിങ്ങളൊരു ഈ അഫയേഴ്സിൽ പെട്ടവർക്ക് അബോർഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ 2-3 ലക്ഷം രൂപ തരും രക്ഷപ്പെടാൻ വേണ്ടി. ആരെങ്കിലും ചെയ്യട്ടെ, നിങ്ങളെന്തിനാണ് ആ രക്തത്തിൽ പങ്കെടുക്കണത്? മനസ്സിലായില്ലേ? അതാണ് നീതിയുടെ മാർഗം. ഇപ്പം നിങ്ങൾ ഡോക്ടറാണ്. ചില ഡോക്ടർമാർ ഇങ്ങനെ അബോർഷൻ ക്ലിനിക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ. രഹസ്യമാണ്, പുറത്ത് എഴുതി വെച്ചിട്ടില്ല, പക്ഷേ രഹസ്യമാണ്. ആര് വന്നാലും ഇപ്പോൾ ഈ ലവ് അഫയേഴ്സിനും കവിതാക്കൾക്ക് അറിയാം എവിടെയാണ് അബോർഷൻ നടത്തണമെന്ന്. അപ്പോൾ അവർ ആ സ്ഥലത്തേക്ക് പോകും. അവർക്ക് വേറെ ഒരു ചികിത്സയും വേണ്ട, ഈ കുഞ്ഞുങ്ങളെ കൊന്നു കൊടുത്താൽ മതി. അതിനേക്കാൾ നല്ല അവർ ഇറച്ചിക്കള നടത്തണം. അതാണ് വിഷയം.
കുറച്ച് കഴിയുമ്പോൾ ഈ നീതി പ്രൊഫഷണൽ ജസ്റ്റിസ് ഉണ്ട്. ഈ പ്രൊഫഷണൽ ജസ്റ്റിസ്, അതാണ് യോഹന്നാൻ നിങ്ങളെ നീതിയുടെ മാർഗത്തിലൂടെ അദ്ദേഹം സുവിശേഷം കൈമാറിയപ്പോഴേ അത് സത്യസന്ധമായിട്ടാണ് കൈമാറിയിരിക്കുന്നത്, അല്ലാതെ സുഖിപ്പിച്ചല്ല. ആൾക്കാരെ സുഖിപ്പിച്ച് ദൈവത്തിൻ്റെ അടുത്ത് അനുദപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം ഇങ്ങനെ ആനക്കൂന തരുമെന്നല്ല പറഞ്ഞത്. സത്യസന്ധമായ സുവിശേഷം നീതിയുടെ മാർഗമാണ്. ഉടമ്പടി അന്വേഷിക്കുന്നത് ഈ നീതിയുടെ മാർഗമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സിമി എന്ന് പറഞ്ഞൊരു സീനിയർ നേഴ്സ്, ഇംഗ്ലണ്ടിൽ 20 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന സീനിയർ നേഴ്സിൻ്റെ സാക്ഷ്യം ഇന്ന് അപ്പീലുണ്ട്. പെട്ടെന്നാണ് റീച്ച് ചെയ്യുന്നുണ്ടത്. 11,000 പറ്റിയായെന്ന് തോന്നണം. പെട്ടെന്ന്. കാര്യം സത്യസന്ധമായ വെടിച്ചിൽ സാക്ഷ്യമാണ്. എന്താ സിമി പറയണത്? എന്താണ് സിമി ഒരിക്കൽ ഇവിടെ വന്ന്, എങ്ങനെ വന്നതാണ്, മാതാവിൻ്റെ അടുത്ത് അവളുടെ അമ്മ നേർച്ച നേർന്ന്, ആ സഹോദരിയുടെ അമ്മ നേർച്ച നേർന്ന്. അപ്പോൾ അമ്മയോട് പറഞ്ഞ്, ഞാൻ ആവശ്യമായിട്ട് പള്ളിയും പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്, അമ്മ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് നേർച്ച ഒന്നും നേരണ്ട, ഇങ്ങനെ ലോകം മുഴുവനുള്ള ധ്യാനകേന്ദ്രത്തിൽ എന്നെക്കുറിച്ച് നടക്കേണ്ട കാര്യമെല്ലാം ഉണ്ട്. അമ്മയെ വഴക്കിട്ടുകൊണ്ടാണ് അവരോട് വരണത്. ഇവിടെ വരുമ്പോൾ കോവിഡായിരുന്നു. കോവിഡിൻ്റെ ടൈം കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയ മാന്യം, കോവിഡ് മാന്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ ആ അമ്മ എന്തോ കാര്യം ഉടമ്പടിയെക്കുറിച്ച് അറിയത്തില്ല അവർക്ക്, എന്തോ എഴുതി കൊടുക്കുന്ന പരിപാടിയാണ്, അതുകൊണ്ട് പെട്ടി ഇടുന്ന പരിപാടിയാണെന്നാണ് അമ്മ ധരിച്ചത്. അപ്പോൾ അമ്മ എന്തോ എഴുതി കൊടുത്ത് ഇവിടുത്തെ സിസ്റ്ററിന് കൊടുത്ത്. അപ്പോൾ അന്നുണ്ടായിരുന്ന സിസ്റ്റർ പറഞ്ഞ്, ചേച്ചി ഇത് ഇപ്പോഴല്ല ചെയ്യണത്, കുറച്ച് ടൈം എടുക്കും, ഇപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിമി അവിടെ നിന്ന് വെച്ചാൽ പറഞ്ഞു, ഇതെന്താ മാതാവ് ഇപ്പോൾ സ്വീകരിക്കത്തില്ലേ, മാതാവ് എന്താ അവധിക്ക് പോയിരിക്കണമെന്ന് ചോദിച്ചു. തോന്നിവാസം ചോദിച്ചതാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നും പെട്ടെന്ന്, അവരുടെ ഒരു മെൻ്റൽ സ്ട്രക്ചർ അനുസരിച്ചുണ്ട്. പക്ഷേ പിന്നെ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് പിന്നെ ഇവർക്ക് 1 by 1 ആയിട്ട് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ലോകത്തിലുള്ള ഒത്തിരിയേറെ മനുഷ്യർ കാര്യങ്ങളറിയാതെ കൃപാസനം മാതാവിനെയും കൃപാസനം പത്രം, കൃപാസനം മാതാവ് എന്ന് പറയുന്നത്, കൃപാസനം പത്രം എന്ന് പറയുന്നത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്ദേശം ലോകത്തിലെത്തിക്കാനുള്ള ദൈവത്തിൻ്റെ കൈകളാണത്. ഞങ്ങൾക്കതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. സഭയുടെ അകത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് നല്ല സമ്മർദ്ദമായിരുന്നു ഈ പത്രത്തിൻ്റെ വിഷയം വന്നപ്പോഴേ. ഇവിടെ ഉള്ള എക്സിക്യൂട്ടീവ്സ് പറഞ്ഞു വെച്ചാൽ ഒരു പത്രം കൊടുക്കാച്ചാന്ന് പറയും. ഒരു പത്രമില്ല കൊടുക്കാൻ പറ്റത്തുള്ള ആൾക്കാർക്ക് എങ്ങനെ അച്ഛൻ 9 പത്രവും 10 കൊടുക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എന്നോട് പറയാതെ ഞാൻ ചെയ്യത്തുള്ളൂ, നിങ്ങളോട് പറഞ്ഞിട്ടല്ല കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞോ, നിങ്ങളോട് കൃപാസനത്തെക്കുറിച്ച് ദൈവം പറഞ്ഞോ? ഇല്ല, 87-89 എന്നോട് ആ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ ആ കൃപാസനം ഉടനെ സ്ഥാപിച്ചിട്ട് നിങ്ങളെ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പം ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് കണ്ണി കണ്ടവരെ ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു കൃപാസനത്തിലേക്ക് ചേർത്തു എന്നേ ഉള്ളൂ, അല്ലാതെ ഒരു സങ്കടം നമുക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചതല്ല. അപ്പോഴങ്ങനെ വിളിച്ച് ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ പ്രത്യക്ഷീകരണവും അതിനുശേഷം ഉണ്ടാകുന്ന ഉടമ്പടിയും ഒക്കെ ദൈവിക വെളിപാടാണ്. ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങളോട് കർക്കശ്യമായ നീതി പുലർത്തുമ്പോൾ ദൈവം എന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് കാലാകാലങ്ങളിൽ ദൈവം പറഞ്ഞുകൊണ്ടേയിരുന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, പ്രത്യക്ഷീകരണം നടന്നിട്ട് 10 കൊല്ലം ആയില്ലേ, ഇന്ന് മറ്റേത് നീ ചെയ്താ, അതുകൊണ്ട് നീ ഇനി പണിക്ക് നടക്കണ്ടേ എന്ന് പറഞ്ഞ് എന്നെ ആട്ടി ഓടിച്ച പോലെ വാടിപ്പെട്ട് ഓടിച്ചതാണ്. എനിക്ക് അകത്ത് കയറാൻ അനുവാദമില്ല. നിങ്ങളോടൊക്കെ ഞാൻ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ 5 മിനിറ്റിനുള്ളിൽ ദൈവം എന്നെ അവിടെ കയറ്റിയില്ലെങ്കിലും എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്ന്, ഞാൻ കാറിൽ തിരിച്ച് കാറ് ഇങ്ങോട്ട് വളഞ്ഞപ്പോൾ തന്നെ, കേരളത്തിലേക്ക് വളഞ്ഞപ്പോൾ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ എല്ലാ ദിവസവും വെളുപ്പിനെ 5 മണിക്ക് അച്ഛൻ ചെല്ലത്തില്ലേ, 20-ാം വർഷം ആ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത്. അത് ചെറിയ പ്രത്യക്ഷ പ്രാർത്ഥന ഇരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആദ്യത്തേത് ദശക പ്രാർത്ഥന, ഇപ്പോൾ ദശകം 20 വർഷമായതിൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കുറേ നാൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അമ്മ ഉടമ്പടിയെക്കുറിച്ച് പറയണത്. ഇപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉടമ്പടി യോഹന്നാൻ്റെ നീതിയുടെ മാർഗമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, ഇന്നലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വെളുപ്പാൻ കാലമാണ്. എന്താ പറയണത്? ഉടമ്പടി നീതിയുടെ മാർഗമാണെന്ന് ജനങ്ങളോട് നീ പറയണം. അല്ലാതെ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കരുത്. വീട്ടിൽ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മാത്രം ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി ആരും മസിൽ പിടിക്കേണ്ട കാര്യമില്ല. അതാണ് പച്ചക്ക് പറയുകയാണ് സംഭവം. ജീവിതം കറക്റ്റ് ചെയ്യാതെ പ്രാർത്ഥിച്ച് മാത്രം ഇരുന്ന പിച്ചുമ്പയും പറഞ്ഞ ആൾക്കാർ പോലെ ഇരിക്കും. ഉടമ്പടി ഒരു പ്രാർത്ഥനയുടെ മാർഗമല്ല, മറിച്ച് എന്താണ്, അത് പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ
ബേസിക്കായിട്ട് നീതിയുടെ മാർഗമാണ്. ഒന്നൊരു വായിച്ച മാറേ. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. ഇതാണ് പ്രശ്നം. ഉടമ്പടി മാർഗത്തിലൂടെ നിങ്ങളെ സമീപിക്കുന്നു. നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, പക്ഷേ ഉടമ്പടി ചെയ്ത കുറേ ആൾക്കാരെ ദൈവം വിശ്വസിക്കണില്ല. ഇതാണ് ഇതിൻ്റെ ട്രാജഡി. ഉടമ്പടി ചെയ്ത അണ്ണന്മാർ കേൾക്കണം കേട്ടോ. ഉടമ്പടി ചെയ്ത 50% പേരെയെങ്കിലും ദൈവം വിശ്വസിക്കണില്ല. എന്താ കാരണം? യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ വന്നു. വായിച്ചേ. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പട്ടാളക്കാർ വന്ന് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ യോഹന്നാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. കിമ്പളം മേടിക്കാനല്ല ഭീഷണിപ്പെടുത്തുന്നത്. എല്ലാ വീടുകളിലൊക്കെ കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അപ്പം എടുത്തുകൊണ്ട് പോവുക. അന്നത്തെ പട്ടാളക്കാരുടെ മെയിൻ പരിപാടിയായിരുന്നു. വസ്ത്രം എടുത്തുകൊണ്ട് പോവുക, പെണ്ണുങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യുക. ഇതാണ് അവരുടെ അഴിമതി. അന്നത്തെ റോമാൻ പട്ടാളക്കാരല്ലേ, അവരുടെ അഴിമതി അതാണ്. നമുക്ക് കണ്ടതാണത്, ബൈബിളുണ്ടത്. അപ്പോൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. പിന്നെ എന്താണ്? വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. അത് നിസ്സാര കാര്യമല്ല. അതാണ് അതിന് ദൈവം പറയണത്. ഇപ്പം നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നു എങ്കിലും നിങ്ങളെ കിമ്പളം വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കിമ്പളം വാങ്ങിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും യോഹന്നാൻ എന്താ പറയണമെന്നറിയാവോ? എന്തുകൊണ്ട് കിമ്പളം വാങ്ങിക്കേണ്ടെന്നാണ് പറയണമെന്നറിയാവോ? അതായത് നിങ്ങളുടെ ശമ്പളം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാണല്ല. ഇപ്പോൾ 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആളിനെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഈ നക്കാപ്പിച്ച ചട്ടിയിലേക്ക് കൈയിട്ട് വരണത്? എന്താണ്? അയാൾക്ക് തൃപ്തിയില്ല. അവർക്ക് തൃപ്തി ഇല്ലെങ്കിലും ഇത് ഒരു മാനസിക രോഗമാണ് തൃപ്തിയില്ലെന്ന് പറയണത്. അല്ലാതെ അത് ഒരു മാനുഷിക പ്രശ്നമല്ല. തൃപ്തിയില്ലെന്ന് പറയണത് ഒരു മാനസിക രോഗമാണ്. എന്താ കാര്യം? ഒരു ലേഡി, ഒരു 10-40 വയസ്സുള്ള ലേഡിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടാന്നറിയത്തില്ല. അവർ പറയണത് ഞാൻ ആഫ്രിക്കക്കാരുമായിട്ട് ശയിച്ചിട്ടുണ്ട്, പോരെ ഇന്ത്യക്കാർ, എന്നിട്ട് ഇംഗ്ലീഷുകാർ. ഒരു ലേഡി പച്ചക്ക് പറയണ അവിടെ ഇരുന്നുണ്ടേ. ഈ ലോകത്തിലുള്ള ഓരോ രാജ്യത്തിലുള്ള ആൾക്കാരുമായിട്ട് അവർക്ക് ശാരീരിക ബന്ധമുണ്ടെന്നാണ്. എന്നിട്ടും ഈ ആൾക്ക് തൃപ്തിയില്ല. അതൊരു മാനസിക രോഗമാണ്. സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങൾ അവറേഷൻസ് കാണിക്കുമ്പോഴേ, സെക്ഷൽ അവറേഷൻ ആയാലും ശരി, നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടാൻ പറ്റണില്ല എങ്കിൽ അതിന് നിങ്ങൾ ബാക്കി ഒരു ഔട്ട് പോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയാവോ? അങ്ങനെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടായാൽ എത്ര ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലും ശരി, സ്റ്റെപ്പിനി ഉണ്ടാക്കിയെടുത്താലും നിങ്ങളുടെ ആർത്തി തീരത്തില്ല. ആർത്തിക്ക് അഭിഷേകമാണ് മരുന്നെന്ന് പറയണത്. ആർത്തിക്ക് മരുന്നില്ലല്ലോ. ആർത്തിക്ക് മരുന്ന് ബൈബിളിൽ മാത്രമേ ഉള്ളൂ. അതിന് അഭിഷേകമെന്നാണ് പറയണത്. അതുകൊണ്ടാണ് 5 ഭർത്താക്കന്മാരുണ്ട്. സ്ത്രീയോട് ഈശോ എന്താ പറയണത്? ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും.